എം എ ഷഹനാസിന്റെ ആരോപണത്തിന് പിന്നാലെ ഷാഫി പറമ്പിൽ എംപിയെ ലക്ഷ്യം വെച്ച് സിപിഎമ്മും ബിജെപിയും. ഷാഫി അറിയാതെ രാഹുൽ ഒന്നും ചെയ്യില്ലെന്ന് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ഷാഫിയുടെ ഫോൺ പരിശോധിക്കണമെന്ന് ബിജെപി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും ആവശ്യപ്പെട്ടു. സാംസ്കാരിക സാഹിതി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയ ഷഹനാസിനെ വിവാദമായതോടെ തിരിച്ചെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് ഷാഫി പറമ്പിലോട് നേരത്തെ പറഞ്ഞിരുന്നുവെന്ന സാംസ്കാരിക സാഹിതി പ്രവർത്തക എം എ ഷഹനാസിന്റെ വെളിപ്പെടുത്തലോടെയാണ് ഷാഫി പറമ്പിലെതിരെ സിപിഎമ്മും ബിജെപിയും ആക്രമണം ശക്തമാക്കിയത്. സിപിഎം നേരത്തെ ഷാഫിക്കെതിരെ ഉന്നയിച്ച ആരോപണം ഷഹനാസ് ശരിവയ്ക്കുകയാണെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇവരൊരു പെൺവാണിഭ സംഘമാണോ എന്ന് വരെ സംശയമുണ്ട്. അതായത് ഈ ഫെനീൻ ഐനാൻ, അതുപോലെ ഇയാളെ സംരക്ഷിക്കുന്ന സംരക്ഷകര്, ഹെഡ്മാഷ് ഉൾപ്പെടെ ഉണ്ട് എന്നല്ലേ ഇപ്പോ ഷഹനാസ് വെളിപ്പെടുത്തിയത്. എല്ലാം മറച്ചുവെച്ച ഷാഫി ഒക്കച്ചങ്ങായിയാണെന്ന് ബിജെപി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് ഷാഫി പറമ്പിലിന്റെ ഉത്തരവാദിത്വമാണ്. ഷാഫി പറമ്പിലിന്റെ ഫോണിനൊക്കെ ഉൾപ്പെടെ അവര് ലൊക്കേഷൻ എല്ലാം കോൾ ഹിസ്റ്ററി CDR ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കട്ടെ, കൃത്യമായ വിവരങ്ങൾ ധരിക്കുമല്ലോ. ഇതിനിടെ സാംസ്കാരിക സാഹിതി കോഴിക്കോട് ജില്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഷഹനാസിനെ പുറത്താക്കി. ഇത് വാർത്തയായതോടെ വീണ്ടും ഉൾപ്പെടുത്തി. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്തിരുന്ന് അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു സ്പേസ് നിലനിൽക്കുന്നുണ്ട് എന്ന് കാണുന്നത് തന്നെയാണ് എനിക്ക് വലിയ പ്രതീക്ഷ എന്റെ പ്രസ്ഥാനത്തിലുണ്ട്. അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ രാഹുലിനെ പിന്തുണച്ച് ഷഹനാസ് ഇട്ട പോസ്റ്റും ഷാഫിയെ പ്രശംസിക്കുന്ന ഷഹനാസിന്റെ പോസ്റ്റും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാണ്. പാലക്കാട് ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.